നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 1-ാം തീയതി 1200 ആണ്ട് മകരമാസം 19-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. പൂരുരുട്ടാതി നക്ഷത്രമാണ്. നക്ഷത്രമൊക്കെ നല്ല നക്ഷത്രം പൂരുരുട്ടാതി. പൂരുരുട്ടാതി വളരെ ഐശ്വര്യമുള്ള നക്ഷത്രമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. ശനി എന്ന് പറയുമ്പോൾ ഏറ്റവും നെഗറ്റീവ് എനർജി മന്ദൻ്റെ ദിവസമാണ്. മന്ദൻ എന്ന് പറയുമ്പം പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. ശനിയിൽ എല്ലാ കാര്യങ്ങളും സ്ലോവിലൂടെ പോകത്തുള്ളൂ. അപ്പോൾ പതുക്കെ സഞ്ചരിക്കുന്നവനായ ശനിയുടെ കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ശനി ആയതുകൊണ്ട് ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ പതുക്കെ സഞ്ചരിക്കുകയുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ, നമ്മൾ സ്പീഡ് കാണിക്കുന്നത് പോലെ ഒന്നും സ്പീഡിൽ പോകത്തില്ല. അതുകൊണ്ട് ശനിയുടെ ബന്ധം നിൽക്കുന്ന ഈ ദിവസം വളരെ സൂക്ഷിച്ച് കൊണ്ടുപോകണം. പൂരുട്ടാതി നക്ഷത്രം, ശരിക്കും മകരമാസത്തിലെ പൂരുട്ടാതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് നമുക്കൊരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേ വർഷം അല്ലെങ്കിൽ ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ സൂക്ഷിച്ച് കൊണ്ടുപോവേണ്ട കാലഘട്ടമാണ് ശരിക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയം. ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കുന്നത് ബർത്ത്ഡേയിലൂടെ. അപ്പോൾ ശനിയാഴ്ച ദിവസമാണ് പൂരുട്ടാതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് കുറേ കഷ്ടതകൾ നിങ്ങൾക്കുണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട. സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, കാര്യതടസ്സം വരും, രോഗാതി ദുരിതങ്ങളുണ്ടാവും. അതുപോലെ പലതരത്തിലുള്ള വിഷമസദ്യകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കുടുംബ സൗഖ്യം കുറയും. കൂടെയുള്ളവരെ കൊണ്ട് അല്ലെങ്കിൽ സഹപ്രവർത്തകരെ കൊണ്ട് മനോവിഷമം ഉണ്ടാവും. ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ നേരിടും. ഇപ്പം മന്ദത വരിക എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ജോലിയിൽ ഗ്രോത്ത് വരത്തില്ല, അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടാതെ വരും. ബിസിനസ്സിൽ ഗ്രോത്ത് ഇല്ലാതെ വരും. പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ വിദ്യാഭ്യാസത്തിൽ അലസതയും മടിയും ഒരു പുരോഗതിയില്ലായ്മയും വർദ്ധിക്കും. അപ്പോൾ ഇതൊക്കെ വന്നു ചേരുന്ന കാലഘട്ടമാണ് ഇന്ന്. ഇപ്പോൾ നല്ല ദിവസം അല്ല എന്നറിയുക. എങ്കിലും ഇന്ന് ശനിയാഴ്ചയാണ്. പതുക്കെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മളതുകൊണ്ട് ഓരോ കാര്യത്തിന് പുറത്ത് പോകുമ്പോൾ രാവുകാല സമയം നോക്കി പോകണം. കലണ്ടറിൽ 9 മണി മുതൽ 10:30 മണി വരെ രാവുകാലം ഒന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാവുകാല സമയം വരുന്നത് ശരിക്ക് 9 മണി തൊട്ട് 10:30 മണി വരെ അല്ല, 9:44 തൊട്ട് 11:11 വരെ രാവുകാല സമയമുണ്ട്. ഈ സമയം ശുഭയാത്രയ്ക്ക്, ശുഭകാര്യങ്ങൾക്ക് യാത്ര ചെയ്യാൻ നിൽക്കരുത്. അതുപോലെ തന്നെ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും ഈ സമയം നമുക്ക് വളരെ സൂക്ഷിക്കണം. ഗുളികൻ്റെയും യമകണ്ഠൻ്റെയും കാലഘട്ടം. ഗുളികൻ നിൽക്കുന്ന സമയം ശരിക്ക് 6 മണി 50 മിനിറ്റ് തൊട്ട് 8 മണി 17 മിനിറ്റ് വരെയും, യമകണ്ഠ കാല സമയം 2:05 തൊട്ട് 3:32 വരെയും. ഈ സമയം ഒരു ശുഭകാര്യവും ചെയ്യരുത്, അല്ലെങ്കിൽ ദിവസം കൊള്ളൂല. അതിൽ ആ സമയത്ത് ഒന്നിലും കൊണ്ട് കൈവയ്ക്കരുത്. അതുപോലെ തന്നെ ഇന്ന് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം 12 മണി 14 മിനിറ്റ് തൊട്ട് 1 മണി 2 മിനിറ്റ് വരെ. കാരണം ശനിയാഴ്ച ആണെങ്കിൽ പോലും സമയം കൊള്ളൂലെങ്കിൽ പോലും ചിലപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ നിർബന്ധിതമാകും. അങ്ങനെ വരുന്ന സമയത്ത് അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കുക. കുറേ ദോഷങ്ങളെ ശമിപ്പിക്കാനുള്ള ശക്തി അഭിജിത്തിനുണ്ട്. അതുപോലെ തന്നെ നമ്മളിന്ന് വസ്ത്രധാരണം നടത്തി ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും കറുത്ത വസ്ത്രമോ നീല വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. ഇനി നീല തുണി അല്ലെങ്കിൽ കറുപ്പ് ഈ വസ്ത്രത്തിൻ്റെ ഈ ഡ്രസ്സ് കൂടെ കളറും കൂടി ഉൾപ്പെടുത്തുക. ഇപ്പോൾ ശനീശ്വരൻ്റെ ദിവസം ശനിദോഷത്തിൽ നിന്ന് എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.